വെൽക്കം ടു ലൈഫ് ഇൻ നോർത്ത്. നമുക്കൊന്ന് റിവർ ഫ്രണ്ട് കാണാൻ പോയാലോ? ഇവിടുത്തെ ഏറ്റവും മോസ്റ്റ് അട്രാക്റ്റീവ് റിവർ ഫ്രണ്ട് ആയിട്ടുള്ള ചമ്പൽ റിവർ ഫ്രണ്ടിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾ കൊണ്ടുവന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിവർ ഫ്രണ്ട് രാജസ്ഥാനി ആർക്കിടെക്റ്റും അതിനോടൊപ്പം തന്നെ മോഡേൺ എസ്തെറ്റിക്കും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഘാട്ട്സ്, അതേപോലെ ഗാർഡൻസ്, ഫൗണ്ടൻ, ലൈറ്റ് ഷോസ് എന്ന പല പ്രോഗ്രാംസും നടക്കാറുണ്ട്. ഇത് ഏകദേശം 2 ഘാട്ടുകളാണുള്ളത്. അതിന് ഒരു ഘാട്ടിൽ തന്നെ 3 കിലോമീറ്റേഴ്സ് എന്ന് വെച്ചാൽ 6 കിലോമീറ്റേഴ്സാണ് ടോട്ടൽ വാക്കിംഗ് ഡിസ്റ്റൻസ്. ഇവിടെ നിങ്ങൾക്ക് ബോട്ടിംഗ് ചെയ്യാം, വാക്കിംഗ് ചെയ്യാം, അതിനോടൊപ്പം തന്നെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർക്കിടെക്ചറൽ ഡിസൈൻസിനോടൊപ്പം ഫോട്ടോസും എടുക്കാം. ഇവിടെ കുറേ ഫോട്ടോസ് എടുക്കുന്ന സ്പോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ നടക്കാൻ കുറേ ഉണ്ടായതുകൊണ്ട് തന്നെ പ്രായമുള്ളവർക്കും വേണ്ടിയിട്ട് പ്രത്യേകം സർവീസുകളുണ്ട്. ഇവിടെ കാർഡ്സ് അവൈലബിൾ ആണ്. കാർഡിന് 350 രൂപയാണ് ഒരാൾക്ക് വരിക. നോർമൽ അല്ല നടന്നാൽ മതി എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ടിക്കറ്റിന് 200 രൂപയുള്ളൂ. 150 രൂപ എക്സ്ട്രാ ആണ് കാർഡ് എടുക്കുകയാണെങ്കിൽ. ഈ ഒരു വെള്ള മാർബിൾ സ്റ്റാച്ചു നിങ്ങൾ കണ്ടോ? ഇതാണ് നമ്മുടെ ചമ്പൽ ദേവി അല്ലെങ്കിൽ ചമ്പൽ മാത. ഈ ഒരു സ്റ്റാച്ചു ഏകദേശം 140 അടിയോളം ഉയരത്തിലുള്ള ഒരു വെള്ള മാർബിൾ സ്റ്റാച്ചു ആണ്. ഇന്ത്യയിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള മാർബിൾ ഐഡലാണ് ഈ ഒരു സ്റ്റാച്ചു. എന്നും വൈകിട്ട് ഇവിടെ 10ഓളം അടങ്ങുന്ന പൂജാരിമാർ പ്രത്യേക പൂജകളും പാട്ട്, ഡാൻസ് പ്രോഗ്രാം എന്നിവയൊക്കെ ദേവിക്ക് കാഴ്ചവെക്കാറുണ്ട്. നിങ്ങൾ ആ സ്റ്റാച്ചു ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ദേവീൻ്റെ കയ്യിൽ ഒരു കലശമുണ്ട്. ആ കലശത്തിൽ നിന്നാണ് വെള്ളം താഴത്തേക്ക് നദിയിലേക്ക് ഒഴുകി പോകുന്നത്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ആൻഡ് പ്യൂരിറ്റി, ഇതാണ് ഈ ഒരു കലശത്തിലൂടെയും ഈ വെള്ളത്തിലൂടെയും നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതമാണ് ആ കാണുന്ന കലശം, അതിലൂടെ ഒഴുകുന്ന വെള്ളമാണ് നമ്മുടെ പ്യൂരിറ്റി. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് ജീവിക്കുന്നത് എന്നത്, നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടോ, എത്രമാത്രം പ്യുവറാണ് നമ്മൾ എന്നതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിയാവുന്നിടത്തോളം നമുക്ക് സഹായങ്ങളും മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങളൊന്നും ചെയ്യാതെ നമുക്ക് ജീവിച്ചു പോകാം അല്ലേ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ബ്ലാക്ക് ബോർഡിൽ നമുക്ക് ഈ ഘാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റാച്യൂസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ഈ ഒരു ഘാട്ടിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി പുതിയതായിട്ട് ഗവൺമെൻറ് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് ഈ ബിൽഡിങ്ങുകളിൽ ഇവരുടെ ഒത്തൻറ്റിക് ഡിഷസ് ലോഞ്ച് ചെയ്യാന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇറ്റലി ആണെങ്കിൽ അവരുടെ ഫേമസ് പാസ്ത, പിസ്സ, തമിഴ്നാട് ആണെങ്കിൽ ദോശ. സോ വെയിറ്റിംഗ് ഫോർ ദ ന്യൂ ചേഞ്ചസ്. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചമ്പൽ ഘാട്ടും ഒക്കെ എൻജോയ് ചെയ്ത് വരുമ്പോഴാണ് ഞങ്ങളൊരു ഡാൻസും പാട്ടൊക്കെ കേട്ടത്. അതോടുകൂടി ഡാൻസ് കാണാൻ വേണ്ടി ഞങ്ങളിതാ വന്നിരുന്നു. നല്ല അടിപൊളി രാജസ്ഥാനി ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. ഇതിൽ 3-4 പെർഫോമൻസ് ഞങ്ങൾ കണ്ടു. ആകെ 2 മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റിയതുള്ളൂ. കാരണം ഷൂട്ട് ചെയ്യരുതെന്ന് ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല. സോ എന്താണെങ്കിലും നമുക്ക് കുറച്ച് ഡാൻസ് കാണാമല്ലേ നീ. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞതോടുകൂടി സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഏകദേശം എല്ലാവരും അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ പോകുന്ന സമയമായിട്ടുണ്ട്. സോ ഞങ്ങളും വേഗം ഇറങ്ങട്ടെ. പിന്നെ ഇതാണ് നമ്മുടെ കാർട്ട്. ഇതിനാണ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇനി നമുക്ക് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.